പാർലമെന്റ് കവാടത്തിലെ കയ്യാങ്കളിയിൽ വിശദീകരണവുമായി കോൺഗ്രസ്. പ്രതിപക്ഷത്തിന്റേത് സമാധാന പ്രതിഷേധമായിരുന്നുവെന്നും ബി.ജെ.പി നേതാക്കൾ ആക്രമിച്ചെന്നും എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. അദാനി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. अंबेडकर जी का अपमान किया है, उसकी अपॉलॉजी होनी चाहिए और रिजाइन करना चाहिए होम मिनिस्टर को। और जो मेन मुद्दा है जिसको ये मिटाना चाह रहे हैं, घुमाना चाह रहे हैं, मेन मुद्दा है कि नरेंद्र मोदी जी के मित्र अदानी जी के खिलाफ यूनाइटेड स्टेट्स में केस है, उनको वहां इंडाइट किया गया है और अदानी जी को नरेंद्र मोदी जी हिंदुस्तान बेच रहे हैं। ये मेन मुद्दा है और इसकी डिस्कशन ये लोग नहीं चाहते हैं. അംബേദ്കറുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. വിനീത വിജിയുടെ വിവരങ്ങൾ. വിനീത, നമ്മൾ പാർലമെന്റിൽ കണ്ട രംഗങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയാണല്ലോ. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നുണ്ടായ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമാണ് നിലപാട് വ്യക്തമാക്കിയതിൽ. രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം തുടങ്ങിയത് മുതൽ തന്നെ ഈ അദാനിയുമായി ബന്ധപ്പെട്ട കേസുകൾ ചർച്ച ചെയ്യണമെന്നൊക്കെ കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ ബി.ജെ.പി നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. തുടക്കം മുതലുള്ള അത്തരം ചർച്ചകൾക്കൊന്നും തന്നെ ബി.ജെ.പി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നാലെയാണ് അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന വരുന്നത്. ഇപ്പോൾ ഇത് ഈ ഒരു പ്രതിഷേധങ്ങളിലേക്കടക്കം ആ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഭരണഘടനയും അംബേദ്കറിനെയും ബി.ജെ.പി നിരന്തരമായി അപമാനിക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്ന് പ്രതിഷേധമുണ്ടായതും അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒന്നെങ്കിൽ അമിത്ഷാ മാപ്പ് പറയുക, അല്ലെങ്കിൽ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഈ പ്രതിഷേധമുണ്ടായിരുന്നത്. ബി.ജെ.പി ആരോപിക്കുന്നത് പോലെ ആ ഒരു പ്രതിഷേധത്തിൽ ഒരു കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കോൺഗ്രസ് എംപിമാർ ഒരു ഉന്തും തള്ളിലേക്കോ ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം സമാധാനപരമായിരുന്നു ഇന്നത്തെ പ്രതിഷേധമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമിത്ഷായുടെ ഈ അംബേദ്കർക്കെതിരെയുള്ള ആ ഒരു പ്രസ്താവനയെ, പരാമർശത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അമിത്ഷാ സ്വയം രാജിവെക്കണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം. പക്ഷേ ഇത് രണ്ടും നടക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇതിൽ പറഞ്ഞത് രാജ്യത്തെ പ്രധാനമന്ത്രി അദാനിക്ക് വിൽക്കുന്നുവെന്നൊരു ആരോപണം കൂടിയാണ്. എന്താണെങ്കിലും ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഇതാ കോൺഗ്രസ് അവരുടെ നിലപാടും ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.